ഇലക്ട്രിക് ബസ്സുകളുടെ വരുമാനം സംബന്ധിച്ച കെ.എസ്.ആർ.ടി.സി എം.ഡിയുടെ റിപ്പോർട്ട് ബുധനാഴ്ച ഗതാഗത മന്ത്രിക്ക് കൈമാറും. തുടർന്ന് ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് നൽകും. മുഖ്യമന്ത്രിയാകും അന്തിമ തീരുമാനമെടുക്കുക. ഇലക്ട്രിക് ബസ് നഷ്ടമാണെന്നും ഇനി വാങ്ങില്ലെന്നുമുള്ള ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ പ്രസ്താവനയിൽ വിമർശനങ്ങളും വിവാദങ്ങളും ഉയരുകയാണ്. ഇലക്ട്രിക് ബസ്സുകൾ നിലനിർത്തണമെന്ന അഭിപ്രായമാണ് CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദനും V.K. പ്രശാന്ത് MLAയും തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും മുന്നോട്ട് വെച്ചത്. വട്ടിയൂർക്കാവ് MLA V.K. പ്രശാന്ത് തുടങ്ങിവെച്ച വിമർശനം CPM സംസ്ഥാന സെക്രട്ടറിയും മേയറും ഏറ്റെടുത്തതോടെയാണ് മന്ത്രി പ്രതിസന്ധിയിലായത്. മന്ത്രി മാത്രമല്ലല്ലോ, മന്ത്രിസഭയല്ലേ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നായിരുന്നു ഇത് സംബന്ധിച്ച M.V. ഗോവിന്ദന്റെ പ്രതികരണം. ബസ്സുകൾ ലാഭത്തിലാണ് ഓടുന്നതെന്ന് V.K. പ്രശാന്ത് MLAയും തലസ്ഥാനത്തെ കാർബൺ ന്യൂട്രൽ നഗരമാക്കണമെന്നതാണ് ഇടതുപക്ഷ നയമെന്നും അത് നടപ്പാക്കാനുള്ള പദ്ധതികളുമായി നഗരസഭ മുന്നോട്ടു പോകുമെന്ന് മേയർ ആര്യ രാജേന്ദ്രനും വ്യക്തമാക്കി. അതേസമയം KSRTC MD ബിജു പ്രഭാകർ ബുധനാഴ്ച ഇലക്ട്രിക് ബസ്സുകളുടെ വരുമാനം സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ഗതാഗത മന്ത്രിക്ക് നൽകും. ഗതാഗത മന്ത്രി ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറും. തുടർന്ന് മുഖ്യമന്ത്രിയാണ് ഇലക്ട്രിക് ബസിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.